ഡെപ്യൂട്ടി കളക്ടർ ടെസ്റ്റിൽ ആദ്യ പരീക്ഷയിൽ സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ടായിരുന്ന 13 പേർ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ശേഷം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. ഇവരെ മെയിൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് വിശദീകരിക്കാനാണ് ആദ്യ പരീക്ഷയ്ക്ക് ശേഷം തന്നെ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചത്. ഈ രീതി SA റാങ്ക് ലിസ്റ്റും നടപ്പിലാക്കാനാണ് നീക്കം നടക്കുന്നത്. പുതിയ തീരുമാനത്തോടെ ഓപ്പൺ കോട്ടയിലൂടെ ജോലി നേടാനുള്ള സംവരണ വിഭാഗങ്ങളുടെ സാധ്യതയാണ് അട്ടിമറിക്കപ്പെടുന്നത്. രണ്ടാമത്തെ പരീക്ഷയായ വിവരണാത്മക പരീക്ഷയിൽ കഴിവ് തെളിയിക്കുന്ന സംവരണ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഓപ്പൺ കോട്ടയിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ മെയിൻ ലിസ്റ്റിലൂടെ ജോലി നേടാനുള്ള പിന്നാക്ക വിഭാഗക്കാരെ തടയാനാണ് പുതിയ തീരുമാനം ഉണ്ടാക്കിയതെന്ന് സംശയിക്കുന്നതായി സംവരണ വിദഗ്ധൻ MR സുദേശ് പറഞ്ഞു. ഈ 5 ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ചില ആളുകളാണ് എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആളുകൾ മെറിറ്റിൽ പ്രവേശിക്കാതിരിക്കാൻ, അവർക്ക് നിയമനം കിട്ടാതിരിക്കാൻ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം വർഷങ്ങളായി നിലനിന്നിരുന്ന രീതി ചർച്ച കൂടാതെ മാറ്റിയതിനെതിരെയും വിദഗ്ധർ രംഗത്ത് വന്നു. പുതിയ തീരുമാനത്തിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് റാങ്ക് ഹോൾഡേഴ്സും സന്നദ്ധ സംഘടനകളും. മീഡിയ 1 തിരുവനന്തപുരം.